വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അവരൊന്നും ഒരിക്കലും ബാക്കി കൂടി പറയടി എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി രാഘവൻ നായർ വരികയാണ്. അന്നേരം സുസ്മിത അങ്ങ് സംസാരം നിർത്തിയിട്ട് അങ്ങ് പേടിച്ച പോലെ നിൽക്കുകയാണ്. അന്നേരം പറയടി എന്ന് ഒന്നുകൂടി ദേഷ്യപ്പെടുമ്പോൾ, അല്ല അവരൊന്നും ഒരിക്കലും ഗതി പിടിക്കാതെ ഇരിക്കാൻ പോണില്ല, അങ്കിള് പറഞ്ഞതുപോലെ വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ ഒരു തീ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ, നീ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം, ശരിക്കുള്ള തീ ഇനിയാണ് വരാൻ പോകുന്നത്, അത് പഞ്ചകൈലാസത്തിൽ നിന്നും കാട്ടുതീയായിട്ട് പടർന്ന് ഇങ്ങോട്ട് വരും, അതിൽ നീ അങ്ങ് ഞെരിഞ്ഞ് കത്തി അമരും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം ആ പഞ്ചകൈലാസമൊക്കെ സുസ്മിതയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ ഒരു അക്ഷരം എതിർക്കുന്നില്ല. സുസ്മിതയെ വഴക്ക് പറഞ്ഞതിൽ ഭാമയ്ക്ക് ഒരു കുലുക്കവുമില്ലാതെ ഭാമ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം പഞ്ചകൈലാസത്തിൽ രാച്ചിയമ്മയുടെ വീട്ടിൽ കിടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന രോഹിത് കണ്ണ് തുറക്കുകയാണ്. കൈയൊക്കെ ഇങ്ങനെ ചലിപ്പിച്ച് കണ്ണൊക്കെ തുറക്കാനായിട്ട് ശ്രമിച്ച് ഒരുവിധം കണ്ണ് തുറക്കുന്നുണ്ട്. അതത്രേ കാണിക്കുന്നുള്ളൂ. അന്നേരം മറ്റേ വൈദ്യമുറിയിൽ ശാരികയെ ചികിത്സിക്കുകയാണ് രാച്ചിയമ്മ. കൂടെ ശാരദാമ്മയുമുണ്ട്. കുറേ ഔഷധക്കൂട്ടുകളൊക്കെ ശാരികയുടെ കണ്ണിലേക്ക് വെച്ചുകൊണ്ട് ആ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ രാച്ചിയമ്മ ശാരദാമ്മയോട് പറയുകയാണ്. രാമരാവണ യുദ്ധത്തിൽ മരണത്തിൻ്റെ വക്കോളം എത്തിയ ലക്ഷ്മണനെ രക്ഷിക്കാനായിട്ട് ഹനുമാൻ കൊണ്ടുവന്ന മരുത്തോമലയിലെ വേറെ ഔഷധച്ചെടികൾ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ ഈ പഞ്ചകൈലാസത്തിൽ ചിന്നിച്ചിതറി കിടപ്പുണ്ട്. അതൊക്കെ ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ാണ് കണ്ടുപിടിച്ചത്. അതൊന്നും കാട് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ വലിയ മരുന്ന് കമ്പനികളൊക്കെ വന്ന് മലയോടുകൂടി കൊണ്ടുപോകും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അന്നേരം ശാരദാമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് കണ്ണിലേക്ക് ആ പച്ചില മരുന്നുകളൊക്കെ വെച്ച ശേഷം ഒരു വെള്ള കോട്ടൺ തുണി കൊണ്ട് കണ്ണ് നന്നായിട്ട് മൂടി കെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നേത്രസഞ്ജീവനി എന്നൊരു ഔഷധമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ചാറുകൾ, നീരുകൾ ആ നേത്രനാടികളിലേക്ക് ആഴ്ന്നിറങ്ങും. ഒരു മയക്കം കാണും. മയക്കം കഴിയുമ്പോൾ മുത്തപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച തിരികെ കിട്ടും, നന്നായി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഇതേസമയം പവിഴം വന്ന് ആ ആള് കണ്ണു തുറന്നു എന്ന് രാച്ചിയമ്മയോട് പറയുമ്പോൾ, രക്ഷപ്പെട്ടു മുത്തപ്പ എന്നും പറഞ്ഞ് രാച്ചിയമ്മ ഓടി രോഹിത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ ശാരദാമ്മ പോകുന്നില്ല. തുടർന്ന് കണ്ണ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ, മോൻ ആരാ, മോൻ എവിടെന്നാ, മോൻ്റെ പേരെന്താന്നൊക്കെ രാച്ചിയമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറയാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും രാച്ചിയമ്മ ചോദിക്കുകയാണ്, മോൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സമയത്ത് ബുള്ളറ്റ് വിജയൻ രാച്ചിയമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം മോളിൽ വണ്ടി നിർത്തിയിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് രാച്ചിയമ്മയെന്ന് വിളിക്കുമ്പോൾ ആരോ വന്നു എന്ന് പവിഴം പറയുന്നുണ്ട്. അന്നേരം നീ പോയി നോക്കുമെന്ന് പറഞ്ഞ് പവിഴത്തെ പറഞ്ഞു വിടുകയാണ്. തുടർന്നും രാച്ചിയമ്മ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത്ത് പെട്ടെന്ന് അങ്ങ് മയക്കത്തിലേക്ക് പോവുകയാണ്. അന്നേരം മോൻ നന്നായിട്ട് മയങ്ങിക്കോ, ഇനി ചെറുതായിട്ടൊന്ന് പനിച്ച് വിറയ്ക്കും, അത് കഴിഞ്ഞാൽ മോനെ മുത്തപ്പൻ എഴുന്നേറ്റ് നടത്തിപ്പിക്കും എന്നിങ്ങനെ രാച്ചിയമ്മ പറഞ്ഞ് മുത്തപ്പനെ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് പവിഴമാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ബുള്ളറ്റ് വിജയനാണെങ്കിൽ ആ രോഹിത്തിൻ്റെ ഫോട്ടോയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. തുടർന്ന് രാച്ചിയമ്മ എവിടെയും ചോദിക്കുമ്പോൾ വൈദ്യമുറിയിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ആരാ ചികിത്സയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ആ ഫോട്ടോ പവിഴത്തെ കാണിക്കാനായിട്ട് പോകുമ്പോൾ ശാരദാമ്മ പുറത്തേക്ക് വന്നിട്ട് പവിഴം നിന്നെ രാച്ചിയമ്മ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം പവിഴം പോകാൻ തുടങ്ങുമ്പോൾ അതാരാന്ന് ചോദിക്കുന്നുണ്ട്. ശാരദാമ്മ ആരാന്നാണ് പവിഴത്തോട് ചോദിക്കുന്നത്. അന്നേരം ഇവരുടെ മകളെയാണ് ഇവിടെ ചികിത്സിക്കുന്നതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പവിഴം അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ ശാരദാമ്മയും പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശാരദാമ്മയും ബുള്ളറ്റ് വിജയൻ അടുത്തേക്ക് വിളിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയെ വിളിച്ചിട്ട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദ എന്ന് പറയുന്നുണ്ട്. മകളും ചോദിക്കുമ്പോൾ ശാരിക എന്നും പറയുന്നുണ്ട്. അന്നേരം എന്താണ് സംഭവിച്ചു ചോദിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ല, അതിൻ്റെ ചികിത്സയ്ക്ക് വന്നതാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ പോയി ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയാനായിട്ട് വരുമ്പോഴാണ് ഈ ചന്ദ്രബോസ് ബുള്ളറ്റ് വിജയനെ വിളിക്കുന്നത്. അന്നേരം ബോസ് സാറേ എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഫോൺ എടുക്കുകയാണ്. അന്നേരം താൻ എവിടെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ആ ഫോൺ വരുന്നതിന് മുന്നേ രോഹിത്തിൻ്റെ ഫോട്ടോ ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് ശാരദാമ്മ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ്, മറുപടിയൊന്നും പറയാൻ നിൽക്കുമ്പോഴാണ് ബുള്ളറ്റ് വിജയനെ ചന്ദ്രബോസ് ഫോൺ ചെയ്യുന്നത്. അന്നേരം താൻ എവിടെയാണോ ചോദിക്കുമ്പോൾ ഞാനിവിടെ അടിവാരത്തുള്ള സെറ്റിൽമെൻറ്റ് കോളനിയിലുണ്ട് എന്ന് പറയുമ്പോൾ, താൻ എൻ്റെ അച്ഛൻ വീട്ടിലാണെന്ന് എനിക്കൊരു സംശയമുണ്ട്, കൊലപാതക കേസിലെ പ്രതിയെ പിടിക്കാനായിട്ട് പറയുമ്പോൾ ഭാര്യയും കൊണ്ട് ഗോവയ്ക്ക് ടൂറിന് പോയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, സാറിന് സംശയമുണ്ടെങ്കിൽ ഞാനിവിടെ നിന്നൊരു സെൽഫി എടുത്ത് അയച്ചു തരാമെന്നും പറഞ്ഞ് ബുള്ളറ്റ് വിജയൻ അവിടെ നിന്നൊരു സെൽഫി എടുക്കുകയാണ്. അന്നേരം അതിൽ ശാരദാമ്മയും ഉൾപ്പെടുന്നുണ്ട്. ആ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നോക്ക് സാറേ എന്ന് പറയുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് ഫോട്ടോ നോക്കുമ്പോൾ അപ്പോൾ ആ മുറ്റത്ത് നിൽക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് ഒരു ആദിവാസി ലുക്കൊന്നും ഇല്ലല്ലോ എന്ന് ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം അത് ഇവിടെ ചികിത്സയ്ക്ക് വന്ന സ്ത്രീയാണ്, രാച്ചിയമ്മ എന്നൊരു സ്ത്രീയുണ്ട്, ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്, സാറ് കേട്ടിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുറിവൈദ്യന്മാരെയും നാട്ടുവൈദ്യന്മാരെയും എല്ലാവരെയും തപ്പിക്കോ, എവിടെയെങ്കിലും അവൻ കാണും എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന്
ചന്ദ്രബോസ് പറയുന്നുണ്ട്, ചന്ദ്രബോസ് അല്ല ബുള്ളറ്റ് വിജയൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പണത്തിൻ്റെ അത്യാവശ്യമുണ്ടെന്ന്. അന്നേരം തനിക്ക് എപ്പോഴാണോ പണത്തിന് അത്യാവശ്യമില്ലാത്തത്? 50,000 രൂപ തൻ്റെ അണ്ണാക്കിൽ തിരികെ കയറ്റിയിട്ടല്ലേ തന്നെ അങ്ങോട്ട് വിട്ടത്. ഇനിയിപ്പോൾ തനിക്ക് ഒരു പൈസയും തരില്ല. പൈസ തന്നാൽ അന്വേഷണം ഒന്നും നടക്കില്ല. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ 5-10 ലക്ഷം ആ പെങ്കൊച്ചിൻ്റെ തന്തയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. അതായത് എൻ്റെ ചേട്ടൻ UK കിടന്ന് ജോലി ചെയ്യുന്നത് ഈ ഒരൊറ്റ മോൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിന് ബുള്ളറ്റ് വിജയന് സന്തോഷമാവുകയാണ്. അപ്പോൾ സാറിനും അതിൽ കമ്മീഷൻ കാണുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും താൻ തിരക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇവരുടെ ഈ സംസാരമൊക്കെ ശാരദാമ്മ ശ്രദ്ധിക്കുകയാണ്. ബുള്ളറ്റ് വിജയൻ സംസാരിക്കുന്ന മുഴുവനും ശാരദാമ്മയ്ക്ക് കേൾക്കാമല്ലോ. തുടർന്ന് രോഹിത്തിനെ കിട്ടിയാൽ എന്താ ചെയ്യാനാണ് തൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്ന് ബുള്ളറ്റ് വിജയൻ പറയുന്നുണ്ട്. അന്നേരം തനിക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ, അവിടെ വെച്ചൊരു ജീവൻ പൊരിഞ്ഞാൽ ട്രൈബ്യൂണലും എല്ലാവരും ഒക്കെ ആയിട്ട് നിയമങ്ങളും NGOക്കാരും എല്ലാവരും ഒക്കെ വരും. അത് തന്നെ കുടുക്കിലേക്ക് എത്തിക്കും. അതുകൊണ്ട് താൻ അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ അവിടെ നിന്നും പൊക്കിക്കൊണ്ട് പോവുക. ആര് കണ്ടാലും കുഴപ്പമില്ല. ആ കൊണ്ടുപോകുന്ന വഴിക്ക് ഉൾക്കാട്ടിൽ വെച്ച് എവിടെയെങ്കിലും വെച്ച് തൻ്റെ കയ്യിൽ പിസ്റ്റൺ ഉണ്ടല്ലോ, അങ്ങ് 1-2 വെടി അങ്ങ് കാര്യം സാധിച്ചേക്കുക. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ താൻ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോഴും മാവോയിസ്റ്റ് ആക്രമിച്ചു, തനിക്ക് റിപ്പബ്ലിക് ഡേക്ക് ഒരു ധീരതയ്ക്കുള്ള ഗോൾഡ് മെഡൽ കൂടി ഞാൻ വാങ്ങിത്തരാം, താൻ എങ്ങനെയും രക്ഷപ്പെട്ടു എന്നൊക്കെ കഥയുണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിന് രക്ഷപ്പെടുകയാണ്. അന്നേരം സർക്കാരിൻ്റെ മൗന അനുഭവത്തോടു കൂടി രോഹിത്തിന് വീണ്ടും മരണം അല്ലേ സാറേ എന്നും പറഞ്ഞ് ബുള്ളറ്റ് വിജയൻ അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ഇതെല്ലാം കേട്ട ശാരദാമ്മയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ബുള്ളറ്റ് വിജയൻ ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശാരദാമ്മയെ കാണുന്നത്. ഇവർ ഇതുവരെ പോയില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാറേ, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് ശാരദാമ്മയെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താ പോവാതെ എവിടെ നിന്നതെന്ന് ചോദിക്കുമ്പോൾ സാറിൻ്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ശാരദാമ്മ ആ വേവലാതിയൊക്കെ മനസ്സിൽ ഒതുക്കിയിട്ട് പെട്ടെന്ന് പറയുകയാണ്. തുടർന്ന് ഫോട്ടോ കാണിച്ചിട്ട് ഈ പയ്യനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനെ കണ്ടിട്ടുണ്ട് സാറേ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ബുള്ളറ്റ് വിജയൻ്റെ കണ്ണൊക്കെ വിടരുകയാണ്. എവിടെയും ചോദിക്കുമ്പോൾ ടിവിയിലും പത്രത്തിലുമൊക്കെ കണ്ടിട്ട് സാറേ ഈ പയ്യനല്ലേ സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴെ വീണ് കാണാതായത് എന്നിങ്ങനെ പറയുമ്പോൾ ഈ പുഴുങ്ങിയ മറുപടി പറയാനാണോ നിങ്ങളിതുവരെ കാത്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. ഒന്നുമില്ല, നിങ്ങളൊന്ന് കയറിപ്പോയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ബുള്ളറ്റ് വിജയൻ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഇതേ സമയവും ആ ബുള്ളറ്റ് വിജയൻ എടുത്തു കൊടുത്ത അയച്ച സെൽഫി ഉണ്ടല്ലോ, അതിൽ ആ ശാരദാമ്മയുടെ ഫോട്ടോ സൂം ചെയ്തിട്ട് ചന്ദ്രബോസ് ആലോചിക്കുകയാണ്, ഇത് ഏതാണ് ഈ സ്ത്രീ, എന്നാലും ആരായിരിക്കും, ബുള്ളറ്റ് വിജയനോട് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞാലോ എന്നും പറഞ്ഞ് ആ ഫോട്ടോയിൽ തന്നെ ചന്ദ്രബോസ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് ബുള്ളറ്റ് വിജയനാണെങ്കിൽ അവിടെ നിന്ന് ബൈക്കിൽ ഇങ്ങനെ അടിവാരത്തെ ആ റോഡിലൂടെ വരുമ്പോഴാണ് നമ്മുടെ രാജീവ് കുടിച്ചു ബോധമില്ലാതെ വണ്ടി ഓടിച്ച് വരുന്നത്. തുടർന്ന് ഒരു വളവിലെത്തുമ്പോൾ രാജീവ് പെട്ടെന്ന് കണ്ണടച്ച് പോകുന്നുണ്ട്. പക്ഷെ ബുള്ളറ്റ് വിജയനെതിരെയും വന്ന് കയറുകയാണ്. അവിടെ വിജയൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, വളവിൽ കൂടി ഓവർടേക്ക് നോക്കാതെ വന്നത്. തുടർന്ന് രാജീവിൻ്റെ വണ്ടി കണ്ടുകൊണ്ട് പെട്ടെന്ന് ഈ ബുള്ളറ്റ് വിജയൻ വണ്ടി അങ്ങ് വെട്ടിച്ച് മാറ്റുമ്പോൾ ബുള്ളറ്റ് അങ്ങ് ഒരു സ്ഥലത്തേക്ക് വീഴുന്നുണ്ട്. അതിൽ നിന്ന് തെറിച്ച് അങ്ങ് റോഡിൻ്റെ ഒരു മറു സൈഡിലേക്ക് ബുള്ളറ്റ് വിജയൻ വീഴുകയാണ്. പെട്ടെന്നാണ് രാജീവിന് ബോധം വരുന്നത്. ചേട്ടൻ ചാടി ഇറങ്ങി അവിടെയൊക്കെ നോക്കുമ്പോൾ ഈ ബുള്ളറ്റ് വിജയൻ കിടക്കുന്നത് കാണുന്നുണ്ട്. തുടർന്ന് എന്തെങ്കിലും പറ്റിയായിരുന്നോ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഒന്ന് എഴുന്നേക്കാനായിട്ട് സഹായിക്ക്, കൈതാടാ മറ്റവനെ എന്നും പറഞ്ഞ് ബുള്ളറ്റ് വിജയൻ ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് ബുള്ളറ്റ് വിജയനെ ഒരുവിധം ആടി ഉലഞ്ഞ് നിൽക്കുന്ന രാജീവ് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ബുള്ളറ്റൊക്കെ നേരെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ താൻ അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. താങ്ക്സ് ഒന്നും വേണ്ട, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് രാജീവ് പോകാൻ തുടങ്ങിയാണ്. എന്നാലും എനിക്കൊരു നന്ദി പ്രകടനം കാണിക്കണമല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സാർ എന്തോ സംസാരിക്കുന്നത്, ഐ എം എ കോളേജ് ലെക്ചർ എന്നൊക്കെ പറയുമ്പോൾ കോളേജ് ലെക്ചറിന് കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, താൻ ഇവിടെ എന്തിനാ വന്നത്, തന്നെ എവിടെയെങ്കിലും കണ്ടിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനിവിടെ ഒരു പെൺകുട്ടി അന്വേഷിച്ചു വന്നതാണെന്ന് പറയുമ്പോൾ മൂക്കറ്റം കുടിച്ച് കയറ്റിയിട്ട് പെണ്ണിനെ അന്വേഷിക്കാൻ പെണ്ണ് പിടിക്കാൻ നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മൈൻഡ് യുവർ വേർഡ്സ് സാർ, മര്യാദയ്ക്ക് സംസാരിക്കണം, അതെൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെ രാജീവ് പറയുന്നുണ്ട്. രാജീവിൻ്റെ കാലാണെങ്കിൽ നിലത്ത് ഉറയ്ക്കുന്നില്ല. തുടർന്ന് ബുള്ളറ്റ് വിജയൻ ചോദിക്കുകയാണ്, ജാമ്പയ്ക്ക പോലെ ചുവന്ന് തൊടുത്തിരിക്കുന്ന തനിക്ക് ഈ അടിവാരത്തെ സെറ്റിൽമെൻറ്റ് കോളനിയിൽ ആദിവാസി ഭാര്യയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ആ രാജീവിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് പൊക്കിയെടുക്കുകയാണ്. രാജീവ് ഇങ്ങനെ വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.